ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. വലിയ പ്രതിഷേധമൊക്കെ ആയിരുന്നു. ആ പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഇന്നിപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. ആ ഹർത്താൽ ഭാഗികമാണ്. മുക്കത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹർത്താലിന്റെ ഭാഗമായി വാഹനങ്ങൾ തടഞ്ഞു. അതേസമയം ഹർത്താൽ നടത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് UDF ഭരിക്കുന്ന പുതുപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ഐസക് പറയുകയുണ്ടായി. കോൺഗ്രസ് വിമതരുടെ കൂടെ നിർത്താൻ കഴിയാത്തത് കോൺഗ്രസ് സംവിധാനങ്ങളുടെ പിടിപ്പുകേടാണെന്നും ഷിജു ഐസക് കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, ഹർത്താൽ എങ്ങനെ പോകുന്നു? ജനങ്ങൾ സഹകരിക്കുന്നുണ്ടോ? ഭാഗികമാണോ? സേതുലക്ഷ്മി, ഭാഗികമാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു ഞായറാഴ്ച കൂടി ആയതുകൊണ്ടുള്ള ഒരു സാധാരണ തിരക്ക് മാത്രമാണ് കോഴിക്കോട് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. കോഴിക്കോട്ടേക്കുള്ള ദീർഘദൂര ബസ്സുകളെല്ലാം സാധാരണ പോലെ സർവീസ് നടത്തുന്നുണ്ട്. ഈ വടകര, കൊയിലാണ്ടി, മുക്കം പോലുള്ള മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കോഴിക്കോട് ജില്ലയ്ക്കുള്ളിൽ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളും KSRTCയും അടക്കം സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം ബസ്സുകൾ പ്രത്യേകിച്ച് സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ ബസ്സുകളാണ് പൂർണ്ണമായും നിർത്തിയിട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ തന്നെ കുറച്ചധികം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭാഗികമായി ഈ ഒരു ഹർത്താലാണെന്ന് പറയേണ്ടി വരും. മറ്റൊരു കാര്യം, കടകളകമ്പോളങ്ങളെല്ലാം പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയാണ്. ഈ വ്യാപാരി വ്യവസായ സമിതി, ഏകോപന സമിതി ഇതിനോട് സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ വന്ന സമയത്ത് മുട്ടായി തെരുവിലടക്കം ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതിനിടയ്ക്കാണ് മുക്കത്ത് ചില ബസ്സുകളും വാഹനങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. അത് ചില ഡ്രൈവർമാരോടുകൂടി തർക്കമുണ്ടായത് ചില വാക്കുതർക്കത്തിന് കാരണമായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതുപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. കണ്ണപ്പകുണ്ടിലെ വാർഡ് മെമ്പറായ ഷിജു ഐസക്കാണ് ഈ ഒരു ഹർത്താലിനെതിരെ രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഹർത്താൽ നടത്തുന്നതിനോട് യോജിപ്പില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് വിമതരെ കൂടെ നിർത്താൻ കഴിയാത്തത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഹർത്താൽ നടത്തിയാൽ അത് ജനങ്ങൾ എതിരാകുമെന്നും തന്റെ പ്രദേശമായ കണ്ണപ്പകുണ്ടിലടക്കം ഹർത്താൽ നടത്താൻ തനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ പ്രസ്താവന ഇന്നലെ വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ DCC അടക്കം ഇടപെട്ട് ആ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ഹർത്താൽ നടത്തുന്നതിനോട് വലിയൊരു വിയോജിപ്പ് ജില്ലക്കുള്ളിലെ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ചേവായൂരിലെ ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിന് ജില്ലക്കുള്ളിൽ മുഴുവനായി ഹർത്താൽ നടത്തണോ എന്നൊരു കാര്യമാണ് ഭൂരിഭാഗം അംഗങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനം ഉയർന്നത്. സാധാരണ ജനങ്ങളും അത് ചോദിക്കുന്നുണ്ട്. കാരണം ചേവായൂരിലെ പ്രശ്നം മാത്രമാണ്, അതിന് എന്തിനാണ് ജില്ലക്കുള്ളിൽ മുഴുവൻ ഈ ഒരു സമരം നടത്തുന്നതെന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തായാലും സമരം പുരോഗമിക്കുകയാണ്. ഭാഗികമാണെന്ന് പറയേണ്ടി വരും. ഞായറാഴ്ചകളിൽ ഉണ്ടാകുന്നത് പോലെ ഞായറാഴ്ചയിൽ സാധാരണയായി കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായി ഹർത്താലായതുകൊണ്ട് കൂടുതൽ കടകൾ അടഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബസ്സുകളും വാഹനങ്ങളും എല്ലാം സാധാരണ പോലെ നിരത്തിലിറങ്ങുന്നുണ്ട്. പക്ഷേ കൂടുതൽ സ്വകാര്യ ബസ്സുകൾ കൂടുതൽ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഹർത്താൽ കോഴിക്കോട് ജില്ലയിൽ ഭാഗികമായി പുരോഗമിക്കുന്നുണ്ട്. സേതു, ശരി ആഷിഖ, നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. കോഴിക്കോടിൻ തെരുവീഥികളെ ഇത് ഓർമ്മച്ചാ അന്ന കോൺഗ്രസിന്റെ ഹർത്താലായിട്ട് ആവശ്യമുള്ള പണി